നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് കറികളൊന്നും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൂരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി നമുക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി വേണം കേട്ടോ. ഞാനൊരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. റവ എടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ യോഗട്ട് തൈര്, പിന്നെ കുറച്ച് മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട്, എണ്ണ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് നമുക്ക് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് കൂടുതൽ സമയം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് നല്ല പഫി ആയിട്ട് നമുക്ക് കിട്ടും. അരമണിക്കൂർ എന്തായാലും മാറ്റി വെക്കണം കേട്ടോ. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, ഇല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അത് ഒഴിവാക്കാനാണ് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം അടച്ച് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവെടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ചെറിയ പൂരി നോക്കി നമ്മൾ പരത്തിയെടുക്കുന്നത് പോലെ പൂരി പ്രസ് ഇല്ലേ, അതിൽ വേണമെങ്കിൽ അതിൽ പ്രസ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ പീസുകളാക്കി മാറ്റിയതിന് ശേഷം നല്ലപോലെ പരത്തി ഒരു ടിന്ന് വെച്ചിട്ട് ഒരു ഡബ്ബ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പൂരിയുടെ വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ മെത്തേഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മല്ലിയില കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് അവിടെ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുറിഞ്ഞു വരാൻ പാടായിരിക്കും, അതിന് ഷേപ്പൊക്കെ പോകും. എന്നിട്ട് നന്നായിട്ട് ചൂടായ ഓയിലിലേക്കിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്പൈസിയാണ്. അതുപോലെ തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തൈരും ഒക്കെ ചേർത്തത് കൊണ്ടുണ്ടല്ലോ ഈ പൂരി കഴിക്കാനായിട്ട് മറ്റ് സൈഡ് ഡിഷിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചൂടോടുകൂടി നമുക്ക് എത്ര വേണേലും കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റിയാണ്. തയ്യാറൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. 4 മണി പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയാണ്. നമ്മൾ റവയും കൂടെ ചേർത്തത് കൊണ്ട് നല്ല മൊരിഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ല പഫി ആയിട്ടുള്ള നമ്മുടെ പൂരിയെല്ലാം മസാലപ്പൂരിയെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.